ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഉണക്കമാങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയുമായാണ്. അച്ചാറുണ്ടാക്കാനായി ഉപ്പിട്ട് ഉണക്കി വെച്ച 1 കപ്പ് ഉണക്കമാങ്ങയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അച്ചാറുണ്ടാക്കാനായി എടുത്തു വച്ചിരിക്കുന്ന ഉണക്കമാങ്ങ 2 മണിക്കൂറെങ്കിലും ചൂടുവെള്ളത്തിലിട്ട് വയ്ക്കണം. അച്ചാറുണ്ടാക്കാനായി 1 ടീസ്പൂൺ കടുകും 1 ടീസ്പൂൺ ഉലുവയും നന്നായി വറുത്തെടുക്കുന്നുണ്ട്. ഇത് ചൂടാറിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാർ എടുത്ത് പൊടിച്ചെടുക്കാം. അച്ചാറുണ്ടാക്കാനായി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ കുറച്ച് കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. അതിലേക്ക് കുറച്ച് കായം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കായത്തിൻ്റെ പൊടിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ മസാലക്കൂട്ടിൻ്റെ ഒപ്പം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് ആവശ്യമായ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എന്നിവ ഇട്ട് കൊടുക്കാം. ഇവ ഒന്ന് ബ്രൗൺ കളർ ആയി വരുമ്പോൾ ഇതിലേക്കുള്ള മസാലക്കൂട്ടുകൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതിലേക്ക് 1 സ്പൂൺ മുളകും പൊടിയും 2 സ്പൂൺ കാശ്മീരി മുളകും പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് നേരത്തെ പൊടിച്ചു വെച്ച മസാലക്കൂട്ടും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവ നന്നായി പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായി മൂപ്പിച്ചെടുക്കണം. ഇതിലേക്ക് നേരത്തെ വെള്ളത്തിലിട്ട് വെച്ച മാങ്ങ ചേർത്ത് കൊടുക്കാം. ഇവ നന്നായി യോജിപ്പിച്ചെടുക്കണം. ഇത് ചൂടാറിയതിന് ശേഷം കുറച്ച് വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കണം. ഇത് നമുക്ക് ഒരു വായുവട്ടം കിട്ടാത്ത ഒരു പാത്രത്തിൽ സൂക്ഷിക്കാവുന്നതാണ്. പെട്ടെന്ന് കേടാവാതിരിക്കാൻ വേണ്ടി കുറച്ച് നല്ലെണ്ണയും കൂടി ഒഴിക്കുന്നത് നല്ലതാണ്. നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവർ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ആൻഡ് ഷെയർ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.